ഇന്ന് പാൽക്കാലവും ദൈവസന്നിധിയിൽ കടന്നുകൊണ്ട് നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുക്കുവാനുമായ കർത്താവിനെ കുറിച്ച് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാനും മരുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരവസരത്തെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളൊക്കെയും നമ്മളെ ഓരോരുത്തരെയും അവരോടെയായിട്ട് കർത്താവ് പരിപാലിച്ചു. നമ്മുടെ വഴിയാത്രയിൽ നമ്മുടെ ജോലി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാവലും പരിപാലനം ഉണ്ടായിരുന്നു. നാം പോയ വഴികളിലൊക്കെയും ദൈവം നമ്മെ സഹായിച്ചു, നമ്മെ സൂക്ഷിച്ചു. ഈ ആഴ്ച ഒന്നാം നാള് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നമുക്ക് തന്ന രണ്ട് അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ചില നാളുകളായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഞാൻ വളരെയധികം ചിന്തിക്കുകയുണ്ടായി. കാരണം എൻ്റെ സ്കൂൾ ജീവിതം, നമ്മുടെ നടന്നു വന്നതായ പാതകൾ, നാം പോയ വഴികൾ, ഇതൊക്കെയാണ് വളരെയധികം ചിന്തിക്കുക. അങ്ങനെ സമയങ്ങളൊക്കെ കടന്നുപോയ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. കാരണം ഇവിടെ ഇരിക്കുന്ന പലരും, നാം ഓരോരുത്തരും പലരും ഏറിയ പങ്കും സീനിയർ സിറ്റിസൺ ആണ്. നമ്മൾ കടന്നുപോയ വഴികളൊക്കെ നാം പലപ്പോഴും ഒരു കൂടി ഓർക്കുകയും ആ വഴികളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ വേണം ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ മാതൃസഭയെ ഞാൻ എപ്പോഴും ഓർക്കും. കാരണം അവിടെ ഞങ്ങളുടെ ചെറുപ്പക്കാരായിട്ടുള്ള അനേക ആൾക്കാർ അന്ന് ആ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ മാതൃസഭയിൽ ഒരു നിർബന്ധമുണ്ടായിരുന്നു. ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ളവർ അതിന് വളരെ നിർബന്ധമായിരുന്നു, ഒരു വാക്യമെങ്കിലും എഴുന്നേറ്റ് വായിക്കും. അത് വളരെ നിർബന്ധമായിട്ട് അവിടെ പുലർത്തിക്കൊണ്ട് വന്ന ഒരു കാര്യം. എല്ലാ ആഴ്ചയിലും ആരും ചെറുപ്പക്കാരായിട്ടുള്ള ആരെയും അവരെ വെറുതെ വന്നിട്ട് വെറുതെ പോകുന്നവരായിട്ട് അനുവദിക്കുകയില്ല. കാരണം എൻ്റെ വല്യപ്പച്ചനാണ് അവിടുത്തെ സുവിശേഷം. അപ്പോൾ വളരെ നിർബന്ധമായിരുന്നു. പിള്ളേരെല്ലാം എഴുന്നേറ്റ് അവർ ഫ്രണ്ട് വന്നിരിക്കണം, എന്നിട്ട് ഒരു വാക്യമെങ്കിലും വായിക്കണം. ആരാധനയോടെ കണ്ട് ഇങ്ങനെ അന്ന് ആരാധന കഴിഞ്ഞ് പോകാനായിട്ട് വരാം. അഥവാ വായിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയാതെ പോയി കഴിഞ്ഞാൽ അത് ചോദ്യം ഉണ്ടാകും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഞാൻ ഓർക്കുകയാണ്, അത് വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. പിൽക്കാലങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, ആ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഒരു വാക്യമെങ്കിലും വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോയതുകൊണ്ട് അനേക ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ തന്നെ ആ സിസ്റ്റം കൊണ്ടുപോകാനായിട്ട് അവിടെ കഴിഞ്ഞു. അത് വളരെ പ്രയോജനകരമായി തീർന്നു. അതുമാത്രമല്ല, ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള കാര്യം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയതായ ഒരു കാര്യമെന്ന് പറയുന്നത് സുവിശേഷൻ ബാലസംഘം. അതിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് കൂടുതലായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ആദ്യമായിട്ട് ദൈവവചനങ്ങളൊക്കെ വളരെ വായിക്കുവാനും പഠിക്കുവാനും സങ്കീർത്തന ഭാഗങ്ങളൊക്കെ അത് കാണാതെ പഠിക്കുവാനും അങ്ങനെ ചെറിയ ചെറിയ ഉപന്യാസങ്ങൾ, ചെറിയ ചെറിയ പദ്യപാരായണങ്ങൾ, ഇതൊക്കെ അന്ന് ആ കാലങ്ങളിൽ സുവിശേഷൻ ബാലസംഘത്തിൽ കൂടി ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാ മാസവും മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ഈ ബാലസംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് വളരെ നിർബന്ധമായിട്ട് എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ചകൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അത് വളരെ പ്രയോജനം ചെയ്തു. അത് മാത്രമല്ല, ഹൈസ്കൂളിലൊക്കെ കടന്നു വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ YMEF-ൻ്റെ പ്രവർത്തനങ്ങൾ കൂടി കടന്നു പോകാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ആ മാതൃസഭയിൽ ഞങ്ങൾക്ക് വളർന്നു വന്നതുകൊണ്ട് വളരെ ആത്മീയമായ പ്രയോജനങ്ങളൊക്കെ ലഭിക്കുവാനായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ജോലിയോടുള്ള ബന്ധത്തിലെ പല സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. അവിടെയൊക്കെ ബോംബെയിലായിരുന്നു, അത് കഴിഞ്ഞ് ഗൾഫിലേക്ക് കടന്നുപോയി. ഇവിടെയൊക്കെ ആത്മീയമായ രീതിയിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെയുള്ള വളരെ ഒരു പ്രചോദനം അത് ലഭിക്കുവാനും ഇടയായിത്തീരുന്നു. അത് മാത്രമല്ല, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അന്നുണ്ടായിരുന്നതായ ഒരു ശുഷ്കാന്തി ഇന്നില്ല. അത് വളരെ ഞാൻ ചിന്തിക്കാറുള്ള കാര്യം. അന്ന് വളരെ ശുഷ്കാന്തിയായിരുന്നു. വളരെ ട്രാക്ക് കൊടുക്കുവാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള പല പ്രവർത്തനങ്ങൾ കൂടിയൊക്കെ കടന്നുപോയി. എന്നാൽ ഇന്ന് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിനുള്ള ഒരു ഉത്സാഹം ജീവിതത്തില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അത് ദൈവസന്നിധിയിൽ കുറവാണെന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളൊക്കെയും കർത്താവിന് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ജീവിപ്പാനും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി പ്രവർത്തിപ്പാനും തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് ഒരു അല്പനേരത്തെ ഒരു ചിന്തയ്ക്കായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 90-ാം സങ്കീർത്തനം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 90-ാം സങ്കീർത്തനം എൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ഞാൻ അവർക്ക് ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം
ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. യഹോവേ, മടങ്ങി വരണമേ, എത്രത്തോളം താമസം. അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തന ഭാഗം മോശ എഴുതിയ ഒരു സങ്കീർത്തന ഭാഗമാണ്. തൻ്റെ സഹോദരനായ അഹ്റോൻ മരിച്ചപ്പോൾ താൻ എഴുതിയെന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് ദൈവപുരുഷനായ മോശ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പല സങ്കീർത്തനങ്ങളും നാം കാണുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദാവീദിന്റെ സങ്കീർത്തനം, ആസാഫിന്റെ സങ്കീർത്തനം, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം എന്നൊക്കെയാണ് നാം വായിക്കുന്നത്. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ നാം കാണുവാനായിട്ട് കഴിയുന്നത് ദൈവപുരുഷനായ മോശയുടെ ഒരു സങ്കീർത്തനം എന്നാണ്. ദൈവം അത്രമാത്രം അഭിമുഖമായി സംസാരിച്ചതും ദൈവം അടുത്തറിഞ്ഞതുമായ ഒരു വ്യക്തിത്വമാണ് മോശയ്ക്കുണ്ടായിരുന്നത്. ആ മോശ ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ. ഇത് മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ഇവിടെ മോശ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആര്. ഇന്ന് നാം ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ ഭയമില്ലാതെ, ദൈവത്തിന്റെ കോപത്തിന്റെ ശക്തിയെ മനസ്സിലാക്കാതെ, ദൈവ വഴികളെ വിട്ടുകൊണ്ട് ദൈവത്തെ യാതൊരു ഭയവുമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, മോശ പറയുകയാണ്, നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നതായ മനുഷ്യൻ ആരാണ്. ഇത്രമാത്രം ദൈവത്തിന്റെ കോപത്തെ നേരിൽ കണ്ടിട്ടുള്ള മോശയെപ്പോലുള്ള ഒരു വ്യക്തിത്വം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അത്രമാത്രം ദൈവത്തിന്റെ കോപത്തെ നേരിൽ കണ്ട മോശ പറയുകയാണ്, നിന്റെ കോപത്തിന്റെ ശക്തി, ദൈവകോപത്തിന്റെ ശക്തി അത്രമാത്രം വലുതാണെന്നുള്ളത് മോശയുടെ ജീവിതത്തിൽ കൂടി മോശയ്ക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രകളുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ കോപം ജ്വലിച്ചിറങ്ങുന്നത് ഈ മോശ കണ്ടതാണ്. തന്റെ കണ്ണുകൊണ്ട് താൻ കണ്ടതായ കാര്യങ്ങൾ താൻ കാണാതെ എഴുതി വെക്കുമ്പോൾ താൻ പറയുകയാണ്, അവന്റെ കോപത്തിന്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന്റെ കോപത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നതും അത് ക്ഷണനേരത്തേക്ക് മാത്രമുള്ളതുമാണെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ. ദൈവത്തിന്റെ കോപം വളരെ ക്ഷണത്തിൽ ജ്വലിക്കുന്നതാണ്. അതിന് കാലതാമസങ്ങളൊന്നും തന്നെ ഇല്ല. ദൈവം ഒരു വ്യക്തിയുടെ മേൽ കോപിച്ചാൽ അത് വളരെ വേഗത്തിൽ തന്നെ ദൈവത്തിന്റെ കോപം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. എത്രയോ പ്രാവശ്യമാണ് തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചത്. മോശയ്ക്കും ദൈവത്തിനും വിരോധമായിട്ട് അവർ പ്രവർത്തിച്ചപ്പോൾ, മോശയ്ക്കും ദൈവത്തിനും വിരോധമായി അവർ മത്സരിച്ചപ്പോൾ, ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കി അവരെ നമസ്കരിച്ചപ്പോഴൊക്കെയും ദൈവത്തിന്റെ അതിഭയങ്കരമായ കോപം അവരുടെ മേൽ ചൊരിഞ്ഞ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ മോശ പറയാണ്, നിന്റെ കോപത്തിന്റെ ശക്തിയെ ഗ്രഹിക്കുന്നവൻ ആരാണ്. അത് ഗ്രഹിക്കുവാനായിട്ട് എങ്ങനെ കഴിയുമെന്നുള്ളത് മോശ ഇവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല. മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ കോപത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുവാനുമായിട്ട് മനുഷ്യന് സാധ്യമാവുകയില്ല. ദൈവത്തിന്റെ കോപം അത്രമാത്രം ഗംഭീരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആഹാബിന്റെ ചരിത്രം നാം എടുക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, ആഖാനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ആ ശവദാപിത വസ്തു താൻ എടുത്തുകൊണ്ട് തന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അവിടെ ഇസ്രായേൽ മക്കൾ ആ ഒരു പാപനിമിത്തം ഹായിപ്പെട്ടെടുത്തോട് തോറ്റതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ദൈവം ആഖാനെ ശിക്ഷിച്ചതായ ശിക്ഷാവിധിയെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ഗംഭീരമാണ് ദൈവത്തിന്റെ കോപം എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആഖാന് ആ എടുത്ത വസ്തുക്കളോടുകൂടി തന്നെ ആഖാനെയും അവന്റെ കുടുംബത്തെയും അവനുള്ള സർവത്തെയും ആഘോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്ന് അവരെ ചുട്ടുകളഞ്ഞു എന്നാണ് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ എത്രമാത്രം ദൈവത്തിന്റെ കോപം ആഖാന്റെ മേലുണ്ടായി, അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ഉണ്ടായി എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവനെ കല്ലെറിയുക മാത്രമല്ല, അവനെ ചുട്ട് കളഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. അത്രമാത്രം ദൈവത്തിന്റെ കോപമാണ്. ആ ദൈവത്തിന്റെ കോപത്തിന് മുമ്പിൽ മനുഷ്യർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തിന്റെ കോപത്തിന് മുമ്പിൽ നമുക്കാർക്കും നിവർന്നു നിൽക്കുവാനായിട്ട് കഴിയില്ല. അവന്റെ കോപത്തെ നമുക്ക് ചോദ്യം ചെയ്യുവാനായിട്ട് കഴിയില്ല. ദൈവത്തിന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ യഹോവയുടെ കോപം ശമിച്ചു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവനെ കല്ലെറിഞ്ഞു കൊന്നു, കല്ലെറിഞ്ഞതിന് ശേഷം അവനെ ചുട്ടുകളഞ്ഞു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അങ്ങനെ
യഹോവയുടെ കോപം ശമിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത്രമാത്രം ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ദൈവത്തെയാണ് ഇന്ന് രാവിലെ നമുക്ക് ആരാധിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ദൈവം കോപിക്കുന്നവനായ ദൈവമാണ്. നമ്മുടെ ദൈവം അതിശക്തമായ ദൈവമാണ്. അവന്റെ കോപത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതിരിക്കുന്ന മനുഷ്യവർഗത്തിന് എത്രമാത്രം ഭയഭക്തിയോടുകൂടി ഈ ലോകത്തിൽ നാം ജീവിക്കണമെന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എത്രമാത്രം ഭക്തി നമുക്ക് വേണം. അവൻ കോപിക്കുന്നവനായ ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ എത്രമാത്രം ഭക്തിയോടും എത്രമാത്രം വിറയലോടും കൂടി ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, രാവിലെ സമയം നമുക്ക് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എത്രമാത്രം കോപിക്കുന്നവനായ ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് അവനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായിട്ട് നമുക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് നമുക്ക് വേണ്ടി ഒരു ഇടനിലക്കാരനുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തെ മധ്യസ്ഥനായിട്ടുള്ളത് കൊണ്ട് ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ ജ്വലിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് കൃപായുഗമായതുകൊണ്ട് നാം ഓരോരുത്തരും രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ കോപം എത്രമാത്രമാണ് ഈ ഭൂമിയിലേക്ക് ചൊരിയുന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ കൃപായുഗത്തിൽ വസിക്കുന്ന നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ദൈവത്തെ അറിയുവാനും നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും. മാത്രമല്ല ദൈവകോപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ദൈവത്തിന്റെ കോപത്തിന് മുമ്പിൽ നിൽക്കുവാനായിട്ട് സാധിക്കാതെ ഏറ്റവും വേഗം തന്നെ ഈ പാപികളായ മനുഷ്യര് ദഹിക്കപ്പെട്ട് പോകേണ്ടവരായിരുന്നെങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിറത്താൽ നാം സുരക്ഷിതരായി തീർന്നിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അത് മാത്രമല്ല, താഴത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ജ്ഞാനം കൊണ്ട് ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഇവിടെ മോശ പറയുകയാണ്, ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. അത് എത്രമാത്രം നാം പലപ്പോഴും വായിച്ച് വിടുന്ന ഒരു വേദഭാഗമാണ്. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമെന്നിവിടെ മോശ എഴുതി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ നാളുകളെ എണ്ണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്? ഓരോ ദിവസവും നമ്മുടെ നാളുകളെ എണ്ണിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പ്രകാരം വായിക്കുകയുണ്ടായി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നെന്റെ അവസാനത്തെ ദിവസമാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഒരു ഭക്തനായ മനുഷ്യൻ എഴുതിയിരിക്കുന്നതിനെ എനിക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്നെന്റെ അവസാനത്തെ ദിവസമാണെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, ഇന്ന് എൻ്റെ അന്ത്യ ദിവസമാണ്. അതനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. അതാണ് ഇവിടെ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ദിവസവും മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമായ ജീവിതമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നാളുകളെ എണ്ണിക്കൊണ്ട് നാം ജീവിക്കുവാൻ തക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നാം നമ്മുടെ നാളുകളെ എണ്ണിയില്ല എങ്കിൽ തന്നെയും ദൈവം നമ്മുടെ നാളുകളെ ഓരോ ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുക എന്നുള്ള വസ്തുത നമുക്ക് മറന്നു പോകാനായിട്ട് കഴിയില്ല. ദൈവം നമ്മുടെ നാളുകളെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ബെൽഷസ്സറിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ആ ഭാഗത്ത് ദാനിയേൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ നിന്റെ രാജ്യത്വം എണ്ണി എന്ന് കർത്താവോടെ പറയുന്നതായിട്ട് നാം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവന്റെ രാജ്യത്വത്തെ ദൈവം എണ്ണി. അപ്പോൾ അവനെ ഏൽപ്പിച്ചതായ കാര്യം അവൻ വ്യക്തിയോട് ചെയ്യാതിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ രാജ്യത്ത് അവന്റെ കാര്യങ്ങളിൽ അവൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തെ എണ്ണി എന്ന് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും നാം നമ്മുടെ ജീവിതത്തെ എണ്ണുന്നില്ല എങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നമ്മുടെ ജീവിതം എണ്ണിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഉള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ ദിവസവും ദൈവഭക്തിയോടുകൂടി ദൈവജനത്തിന്റെ മുൻപാകെ ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ നാളുകളെ എണ്ണിക്കൊണ്ട് ഓരോ ദിവസവും ഈ ഭൂതലത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതാണ് നമ്മുടെ ചിന്തയാകേണ്ടത്. നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ കാര്യങ്ങളൊക്കെയും ഈ ഒരു രീതിയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതായ സ്ഥാനത്തെ വിശ്വസ്തയോടുകൂടി ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാനും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും തക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നെന്റെ അന്ത്യ ദിവസമാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അവന്റെ കോപത്തിൽ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ മാത്രമേ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ
നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കാനായിട്ട് കഴിയുമെന്നുള്ളതിന് യാതൊരു വിധമായ സംശയവും വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാളുകളെ നാം എണ്ണുന്നുവെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ശരിയായ രീതിയിൽ ജീവിക്കുവാനായിട്ട് കഴിയും, ഈ ലോകത്ത് നമുക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും, മറ്റുള്ളവരുമായ മാതൃകയായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം അടിയങ്ങളോടെ സഹതാപം തോന്നണം. മോശ ഇവിടെ പറയുകയാണ്, കർത്താവിൻ്റെ യഹോവയുടെ സാന്നിധ്യം അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപോയതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ മോശ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം. ഈ രാവിലെ സമയം പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർ ഓർക്കുവാനായിട്ടുള്ളത് അതുമാത്രമാണ്. നമ്മുടെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരണം. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന്, ഇവിടുത്തെ പ്രയാസത്തിൽ നിന്ന്, ഇവിടുത്തെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ തക്കണം. കർത്താവ് എത്രയും വേഗം മടങ്ങി വരണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായാൽ മതിയാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ധന്യമായ രീതിയിൽ, ക്രിസ്തീയ ജീവിതം ശരിയായ രീതിയിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസവും കർത്താവിന്റെ മടങ്ങി വരുവാൻ വേണ്ടി നോക്കി പാർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മടങ്ങി വരുവാൻ ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളത് ഈ ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചുകൊണ്ട് ജീവിക്കാൻ തക്കണം നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. മാത്രമല്ല, നമ്മുടെ വേഴത്തെ ഒരു വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവിടെ നാം വായിക്കുന്നത്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഇവിടെ മോശ പറയുകയാണ്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ മുൻപിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇല്ല എന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിൽ നീ വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ രഹസ്യ പാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, നമ്മുടെ അകൃത്യങ്ങളെ ദൈവം കാണുന്നവനായ ഒരു ദൈവമാണ്. നമ്മുടെ രഹസ്യ ഭാഗങ്ങളെ തന്നെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നവനായ ഒരു ദൈവമാണ്. ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ദാവീദ് പറയുന്ന ഒരു കാര്യം, നീ എത്ര വിശ്വസ്തനായ ദൈവമാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നു നീ അറിയുന്നുവെന്ന് ദാവീദിന് പറയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നാം ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് അറിയുന്നവനായ ദൈവമാണ്. നമ്മുടെ നിരൂപണം ഒക്കെയും ദൈവം ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ നിരൂപണങ്ങൾ നാം കാര്യങ്ങളൊക്കെ നിരൂപിക്കുന്നതിന് മുമ്പ് തന്നെ, അതാ മനസ്സിൽ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അത് അറിയുന്നു എന്നുള്ള വസ്തുത ഞാനും നിങ്ങളും മറന്നു പോകുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്നവനായ ദൈവം, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവനായ ഒരു ദൈവത്തിന് മുൻപാകെ നാം ഓരോരുത്തരും ആയിരിക്കുന്നുള്ള ചിന്താബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായിട്ട് ആ ഒരു ബോധത്തോടുകൂടി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ രഹസ്യ ഭാവങ്ങളെ നിന്റെ മുൻപിൽ എന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും? ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന് മറവായിരിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവമായ നിലയിൽ വരുന്ന ദിവസങ്ങളൊക്കെ ജീവിക്കാൻ തക്കോണം. വരുന്ന ദിവസങ്ങൾ ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എത്രമാത്രം ജാഗ്രതയോടുകൂടി, എത്രമാത്രം വിശ്വസ്തയോടുകൂടി നാം ഈ ലോകത്തിലായിരിക്കണം എന്നുള്ളത് ഈ വാക്യഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഓരോ ദിവസവും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവസന്നിധി നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ തക്കോണം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ അന്ത്യകാലമാണെന്നുള്ള ഒരു ബോധത്തോടുകൂടി നാം വന്നെത്തിയിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമുള്ളതും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളുമുള്ളതായ ഈ കാലഘട്ടത്തില് ഞാനും നിങ്ങളും എത്രമാത്രം ദൈവസന്നിധിയിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതെത്ര ധന്യമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതാണ് ഓർക്കുവാനായിട്ടുള്ളത്. ഈ ലോകത്തിൽ നാം നേടിയതൊന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ഉണ്ടായിരുന്നതൊക്കെ നാം വിട്ടുകളഞ്ഞിട്ട് നമ്മുടെ പ്രാണന് വേണ്ടി ജീവൻ നമുക്ക് തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നാം ചേർക്കപ്പെടുന്ന ആ ദിവസം ഏറ്റവും ആസന്നമായിരിക്കുകയാണെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ തക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്.
നാം വളരെയധികം പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നാം കേട്ടിട്ടുള്ളവരാണ് എങ്കിൽ തന്നെയും ജീവിതത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏതെല്ലാം രീതിയിലുള്ള ജീവിതമാണ് ഞാൻ നിങ്ങൾ നയിക്കുന്നത്? ദൈവസന്നിധിയിൽ എത്രമാത്രം പരമാർത്ഥ ഹൃദയത്തോടും എത്രമാത്രം നിഷ്കളങ്കതയോടുകൂടിയും വെടിപ്പുള്ള കഴിവുകളോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും ഏതെല്ലാം രീതിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. പ്രിയമുള്ള ആ നിലയിൽ ഭയത്തോടും ഭക്തിയോടും കൂടി നമ്മുടെ ജീവിതമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ ചിന്തിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. എത്രമാത്രം ഭയഭക്തിയോടുകൂടി, എത്രമാത്രം നിഷ്കളങ്കതയോടുകൂടി, എത്രമാത്രം പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവസന്നിധി ഞാൻ നിങ്ങളുമായിരിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും ചിന്തിക്കാൻ തക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്ലാതെ നമ്മൾ പലപ്പോഴും നാം കുറെ ഡോക്ടറിനും കുറെ വലിയ വലിയ പ്രസംഗങ്ങളൊന്നും കേട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള വലിയ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടോ വലിയ വലിയ ഉപദേശ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യവുമില്ല. നാം ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേവരെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായ കാര്യമാണ്. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ പ്രകാശത്തിൽ ജീവിക്കാൻ തക്കണം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടുകൂടി ജീവിക്കുവാനായിട്ട് ഓരോ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ നാം അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. എത്രമാത്രം പരമാർത്ഥ ഹൃദയത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് നാം ചിന്തിക്കണം. നമുക്ക് അവിടെ എന്ത് പ്രതിഫലം ലഭിക്കുവാനായിട്ട് പോകുന്നു, അത് വളരെയധികം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. നാം ഈ ഭൂമിയിൽ നേടിയത്, ഇവിടെ നാം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ഇവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളായിട്ട് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ, ആ ഒരു കാര്യത്തിൽ മാത്രമേ അവിടെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗത്തിൽ അനേക കോടി ജനങ്ങളുടെ മുൻപായ ഭക്തന്മാരുടെ മുൻപായ ഞാൻ നിൽക്കുമ്പോൾ എത്രമാത്രം പ്രതിഫലം നമുക്ക് ലഭിക്കും, നമ്മൾ ചെയ്ത പ്രവർത്തികൾക്കുടെ പ്രതിഫലം നമുക്ക് എന്താണ് ലഭിക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മെ ധരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്ത് പ്രതിഫലമാണ് നമുക്ക് അവിടെ ദൈവത്തിന്റെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് ലഭിക്കുവാനായിട്ട് പോകും? കേവലം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുക മാത്രം ചെയ്തതുകൊണ്ട് എന്ത് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്? അതാണ് ഞാൻ ഒരിക്കല് ദൈവദാസം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അത് അവിടെ പറയുന്നത് ഏറ്റവും ലജ്ജാകരമായ ഒരു അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. യാതൊരു പ്രതിഫലങ്ങളും ലഭിക്കാതെ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾക്ക് കർത്താവ് നൽകുവാൻ പോകുന്ന പ്രതിഫലത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നും ലഭിക്കാത്തവരായിട്ട് നാം വെറും നിസാരന്മാരായെന്ന് എണ്ണിയിട്ടുള്ള പലരും അനേക പ്രതിഫലങ്ങളെ കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ നമുക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കാതെ കൊണ്ട് നാം അവിടെ ആയിരിക്കുന്നത് ഏറ്റവും ലജ്ജാകരമായ കാര്യമാണെന്നുള്ളതാണ് ഒരു സഹോദരൻ, ഒരു ദേവദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്. അത് വാസ്തവമായ കാര്യം തന്നെയാണ്. എന്താണ് നമുക്ക് അവിടെ നേടുവാനായിട്ട് കഴിയുന്നത്? ഈ ലോകത്തിൽ നമുക്ക് ധാരാളം ധനം ഉണ്ടായിരിക്കാം, ഈ ലോകത്തിൽ നമുക്ക് വിദ്യാഭ്യാസം വളരെ ഉണ്ടായിരിക്കാം, പലവിധമായ ജോലികളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നാം കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ തന്നെയും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രതിഫലങ്ങൾ അനേകം വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് പ്രതിഫലത്തോടെ ലഭിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടതായ കാര്യം. നാളുകളെല്ലാം കഴിഞ്ഞുപോയി, ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്തുമാത്രം പ്രവർത്തിക്കുവാനും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്തുമാത്രം ചെലവിടുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ആ നിലയിൽ വരുന്ന ദിവസങ്ങളൊക്കെയും ചിന്തിക്കുവാനും വരുന്ന ദിവസങ്ങൾ ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നയിപ്പാനും തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല ഇവിടെ മോശ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ നാം കാണുന്നത് ഞങ്ങളുടെ നാളുകളൊക്കെ ഇതിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും ഒക്കെ. മോശ പറയുകയാണ്, ഞങ്ങളുടെ നാളുകളൊക്കെയും എത്രയോ വേഗത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖകരമാണെന്നുള്ളതാണ് ഇവിടെ വായിക്കുന്നത്. 70 സംവത്സരം അല്ലെങ്കിൽ 80 സംവത്സരം. അതിൽ കൂടെ മനുഷ്യന് ആയുസില്ല. അതിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ തന്നെയും
മോശ ഇവിടെ പറയുകയാണ്, ഏറിയാൽ 80 വർഷമാണ് ഈ ലോകത്തിൽ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയം. ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും നിങ്ങളും വളരെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഈ നാളുകൾ കൊണ്ട് ദൈവം നമ്മോട് കണക്ക് ചോദിക്കുന്ന ഒരു അവസരമുണ്ട്. 80 സംവത്സരം അല്ലെങ്കിൽ 70 സംവത്സരം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വിലക്കി വാങ്ങിയതാണ്. ആ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് അവൻ നമ്മെ രക്ഷിച്ച വലിയ രക്ഷയെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്തു തീർക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായ വളരെ കാര്യമാണ്. മോശ പറയുന്നത് ഈ ആയുസ്സുണ്ട്, അത് വളരെ പ്രയാസവും ദുഃഖകരവുമായ ഈ ആയുസ്സിൽ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഇവിടെ മോശ വീണ്ടും പറയുന്നതായ കാര്യങ്ങൾ ഈ 90-ാം സങ്കീർത്തനത്തിൽ വളരെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ എന്നെ ചിന്തിച്ചാൽ ഇത്രയും ഈ വേദഭാഗങ്ങൾ വളരെ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഏതെല്ലാം രീതിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ സമയം ഞാൻ നിങ്ങൾ ഓർക്കുകയാണ്, കർത്താവിന്റെ കാൽവറിയിലെ ക്രൂശിൽ എന്നെ നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഗോൽഗോഥായിലെ കാൽവറിയിലെ ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന ആ കർത്താവിനെ ഓർക്കുവാൻ തക്കവണ്ണം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അനേകർക്ക് ലഭിക്കാതെ പോയതായ ഭാഗ്യം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് നൽകി തന്നുള്ളതാണ്. എന്നാൽ എത്രമാത്രം നന്ദിയോടുകൂടി എത്രമാത്രം കർത്താവിന്റെ ആ പാദപീഠത്തിൽ നമുക്ക് വന്ന് അവനെ മഹത്വം കരയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയം ആ നിലയിൽ കർത്താവിന്റെ പാദത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം എന്ന നമുക്ക് വേണ്ടി കാൽവരിയിലേക്ക് ക്രൂശിക്കുന്നു. മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റിന് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവിനെ ഓർക്കുവാൻ കാണും. അവന് വേണ്ടി ചിലതൊക്കെ പ്രവർത്തിക്കുവാനും ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ നാം കർത്താവിനെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവേറ്റു അവസരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ആ നിലയിൽ ആ ഒരു മനോഭാവത്തോടുകൂടി ഈ ദിവസങ്ങളൊക്കെ ജീവിക്കാൻ തക്കവണ്ണം, ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്താവിന് വേണ്ടിയിട്ട് നിലകൊള്ളുവാനും തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. അത് മാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഈ ദിവസങ്ങളൊക്കെയും അത് മാത്രമാണ് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതായ കാര്യം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. നമ്മുടെ ആയുഷിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലേക്ക് കർത്താവിന്റെ ഓരോ താമസിക്കുന്നുവെങ്കിൽ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലേക്ക് ഞാൻ നിന്ന് കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ എത്രമാത്രം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ഇവിടെ നമുക്കത് അതാണ് മോശ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ കാര്യം. ഞങ്ങളുടെ സഹതാപം തോന്നാം, യഹോവേ മടങ്ങി വരണമെന്ന് എന്ന് മോശ പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിലെ പ്രയാസങ്ങളും ഈ ഭൂമിയിലുള്ള സകല പ്രതിബന്ധങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് മടങ്ങി വന്നേ മതിയാവുകയുള്ളൂ എന്നുള്ളത് മോശ പറയുകയാണ്. എന്ന് രാവിലെ സമയം കർത്താവിന്റെ കൃപ നമ്മളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് എത്രമാത്രം ആ നിലയിൽ കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് നാം എത്രമാത്രം നോക്കി പാർക്കുന്നു എന്നുള്ളത് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ട് ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമത്തിൽപ്പെടുത്തിക്കൊണ്ട് വരുന്ന ദിവസങ്ങളൊക്കെ ജീവിക്കാൻ തക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം ഈ വാക്യങ്ങളെ ഈ വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവരുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുക.